ഗുഡ് മോർണിംഗ് ഗുയ്സ്. 2-3 ആഴ്ചയായിട്ട് വീഡിയോ ഇല്ല, ഒന്നുമില്ലാതെ ചാനൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായി, സ്ട്രെസ്സായി, വീട്ടിലെ കാര്യങ്ങളായി, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായി, എല്ലാം കൂടെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു. സോ ഇപ്പോഴാണ് എല്ലാത്തിൽ നിന്നും ഒരു മോചനം കിട്ടിയത്. ഈ ബാക്ക്ഗ്രൗണ്ടിനുള്ള കമൻറ്റ് മിക്കവാറും താഴെ വരും, ഞാൻ ഈ റൂം അതിക്രമിച്ച് കയറിയത്. സോ ഇന്ന് മുതൽ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ അധികം അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഒഫീഷ്യലി ഞാൻ എൻ്റെ കണ്ടിന്യൂസ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞാനും അച്ഛനും കൂടി ഒരു ചടങ്ങിന് പോകും. ആ ചടങ്ങിന് പോയിട്ട് തിരിച്ച് വരാം. അപ്പോൾ തിരിച്ച് വന്നിട്ട് ബാക്കി ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ്. വീക്കെൻഡിലും വർക്കുണ്ട് ഗുയ്സ്. അപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. സ്ട്രെസ്സിനിടയിലും നമ്മളിതൊക്കെ ചെയ്യുന്നു, അതൊരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ, സോ അപ്പോൾ അതാണ് പരിപാടി. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത്, അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ടൊക്കെ കാണാം. ബൈ 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 ബൈ, ടാറ്റാ. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാമോ? ഹായ്. ചടങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം. പക്ഷേ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്നൊരു പെട്ടെന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അർജൻറ്റ് വർക്കുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ടാണ് വർക്ക് എണീറ്റത്. സോ പോയിട്ടൊക്കെ വന്നു, പോയൊരു ഊണൊക്കെ കഴിച്ചിട്ട് വന്നു. എന്നിട്ട് ഇനി വേണം ആ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി. അപ്പോൾ സാറ്റർഡേ ഫുള്ളിന് വർക്കിലൊക്കെ പോകും. നൈറ്റ് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സൺഡേയിലോട്ട് പോകും. പിന്നെ സൺഡേ വേറൊരു വീഡിയോ പ്ലാനും ഉണ്ട്, നോക്കട്ടെ എല്ലാം കൂടെ എങ്ങനെ പോകും നോക്കട്ടെ. സോ സാറ്റർഡേ സൺഡേ. ഇവിടെ ഇപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ജോലിയാണ്, അപ്പോൾ അച്ഛൻ അങ്ങനെ പോയി. പിന്നെ അമ്മയ്ക്ക് പിന്നെ എന്താ പറയുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെ അമ്മ അതിനും വൈകിട്ടേ വരത്തുള്ളൂ. സോ വീട്ടിൽ ഞാൻ മാത്രം തന്നെയാണ്. അപ്പോൾ വർക്ക് ചെയ്യട്ടെ, ഒരു ചായയൊക്കെ സ്വന്തമായിട്ട് കുടിച്ചിട്ട് വർക്കിന് കയറാം. ഓക്കെ, വരൂ നമുക്ക് കട്ടൻ കുടിക്കാം. ചിയേഴ്സ്. ഓക്കെ, വീക്കെൻഡിലും വർക്കുണ്ട് ഗൈസ്. നമ്മളെ പുറമേ നോക്കുമ്പം വർക്ക് ഫ്രം ഹോം ഭയങ്കര അടിപൊളിയായിരിക്കാണെങ്കിലും ഇങ്ങനെ വീക്കെൻഡ് വർക്കുകൾ, പിന്നെ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ, അതൊക്കെ വരുന്ന ടൈമിൽ ഭയങ്കര ഹെക്റ്റിക്കാണ്. നമുക്ക് ഫാമിലി ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ഇതിലോട്ടങ്ങായി പോകും. പിന്നെ ഓക്കെ, എന്താ പറയുക, ഒരു ബാലൻസ് ചെയ്തങ്ങ് പോകാം നമുക്ക്. പിന്നെ ഓഫ് കോഴ്സ് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. എൻ്റെ വർക്ക് ഫ്രം ഹോം ലൈഫ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലും, പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു, ഓഫീസിൽ ചൂസ് ചെയ്യാത്ത എന്താണ്, അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഇനി ചായ് വിത്ത് ടെക് നടത്താം. ഹേ ഗൈസ്, ഇവിടെ ഉണ്ട് ഞാൻ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഫുള്ളായിട്ടൊരു സൺഡേ ഹോളിഡേ വ്ളോഗായിരിക്കും. കംപ്ലീറ്റ്ലി ഡേ ഇൻ മൈ ലൈഫ് ഇൻ സൺഡേ. ലെറ്റ്സ് ഗോ. ഇന്നലത്തെ ചായ വിത്ത് ടെക്കിന് ശേഷം ഞാൻ ഒരു ഫുൾ വർക്കിലായിരുന്നു. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ എനിക്ക് കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ ആയിപ്പോയി. കാര്യം ലേറ്റ് നൈറ്റൊക്കെ ആയിട്ടിരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. നോർമലി ക്ലയൻറ്റിൻ്റെയൊക്കെ കോൾ വരുന്ന ടൈമിൽ നമുക്കത് നോ പറയാൻ പറ്റത്തില്ല. അതും വീക്കെൻഡ് ടൈമിലൊക്കെ. വർക്ക് ഡേ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീക്കെൻഡ് ടൈമിലൊക്കെ ചിലപ്പോൾ അവരെന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. സോ ആ ടൈമിൽ നമ്മളതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എവരി സ്റ്റാർട്ടപ്പ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരത്തില്ല. സോ അത് സൺഡേ ആണ്. സൺഡേ ആയതിൻ്റെ കൂടി ഇന്ന് എനിക്ക് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ഡീൽ ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. ഒരുപാട് അങ്ങനെ സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സും ഇതൊക്കെ ആയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി, ഇതെൻ്റെ റൂമാണ് കേട്ടോ, അത് ചെറിയ റൂമാണ്, കുഞ്ഞു റൂമാണ്. അപ്പോൾ ഈ റൂം ഇങ്ങനെ ഒന്നും ഓർഗനൈസ്ഡ് അല്ലാണ്ട് ഇങ്ങനെ മിക്സ്ഡായി കിടക്കണം എല്ലാം കൂടെ. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുക, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നില്ല, ശരിയാകത്തില്ല. ഫുള്ളിങ്ങനെ മിക്സായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവാനായിട്ട് കംപ്ലീറ്റ്ലി ഓർഗനൈസ് ചെയ്യാനും, പിന്നെ സൺഡേ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ്ങും അങ്ങനെ അങ്ങ് പോവും. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഓർഗനൈസ് ദിസ് തിങ്സ് വെരി വെൽ ഫോർ ദ നെക്സ്റ്റ് ഡേയ്സ് മോർണിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ആ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടക്കം ചിട്ടയായിട്ടൊക്കെ നടക്കാം അല്ലേ. സോ ലെറ്റ്സ് ഗോ. സത്യം പറഞ്ഞാൽ അത് കാണിക്കുന്നതാണ് നല്ലത്. അത് കാണിച്ചു തരാം. അവിടെ ടേബിളൊക്കെ വരുന്നു. സോ ആ ടേബിളൊക്കെ ഫുള്ളായിട്ട് അലങ്കോലായിട്ട് കിടക്കുകയാണ് ടോട്ടൽ. ഇത് ഈ ഒരു പാർട്ട് അവിടെ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ മൊത്തം ഒരു മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇത് റെഡിയാക്കാം. പിന്നെ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. നോർമൽ ആസ് യൂഷ്വൽ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ചെയ്യാം. നെക്സ്റ്റിന് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിത് പ്ലഗ് ഇൻ ചെയ്യാം. 1 സെക്കൻഡ്. യെസ്, വി ഹാവ് എ വാക്യൂം ക്ലീനർ സെറ്റ്. ഇനി ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സ്റ്റാർട്ട്.
ക്ലീനിങ് കംപ്ലീറ്റഡ്. അതുപോലെ ഡെസ്കും സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഡെസ്ക് സെറ്റപ്പ് ഓവറാൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെ ഈ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ആ സൈഡ് ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഇനി വരുന്ന പരിപാടി നമ്മുടെ കാർ ഒന്ന് കഴുകിയിടണം. കാർ എടുത്തൊന്ന് പുറത്തോട്ടൊക്കെ പോയി. ഞാൻ കുറേ നാളായി, ഞാൻ അറൗണ്ട് 1 മാസം എന്തോ ആയി കാറൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി അനദർ ഓർഗനൈസിങ് തിങ്. ഓക്കെ, ഇങ്ങനെ ചെയ്തിടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക്. നെക്സ്റ്റ് ഡേ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലീനിങ്, അതുപോലെ റീഅറേഞ്ച്മെൻറ്റ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് ചെയ്യും. ഞാൻ ടൈം എടുത്തിരുന്ന് ഞാൻ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാര്യം എൻ്റെ ഒരു ഡെയിലി ഒരു ഹാബിറ്റായിട്ടുള്ളൊരു പാർട്ടാണ് വർക്കിനാണെങ്കിലും. പക്ഷേ ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ ആവും. അങ്ങനെ അല്ലാണ്ടായി വരുന്ന ടൈമിലാണ് ഓക്കെ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ട്രിഗർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്യും. ഇത് യൂഷ്വലി ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനത് റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ. ബൈ ദ വേ, കാറ് ഞാൻ കാണിച്ചു തരാം. ആശാൻ ഇവിടെയാണുള്ളത്. കിടക്കുന്നു നമ്മുടെ ചെറുക്കൻ, അപ്പനായി കിടക്കുന്നുണ്ട്. അവനെ ഇനി ഇവിടെ നിന്ന് എടുത്ത് ഈ സൈഡിൽ ഇവിടെ കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് കൊണ്ടിട്ടിട്ട് കാർ വാഷ് ചെയ്യാം. ഓക്കെ, അതാണ് ഇനി അടുത്ത പരിപാടി. എനിക്ക് ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാറ് കഴുകുക, എന്നിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചന്തം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാർ വാഷ്, എൻ്റെ ഫോം വാഷോ അങ്ങനെയുള്ള ഐറ്റമൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ ചെറുക്കനിതാ കുളിച്ച് കുട്ടപ്പനായി കിടക്കുന്നു. ഇനി അവനെ ഒന്ന് തുടച്ചിടണം. വേണ്ട, ഇതിപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ ആ രീതിയിൽ തന്നെ അവൻ ഉണങ്ങിക്കോളും. അടിപൊളി. ഇനി ഇവനെ എടുത്ത് ഒന്ന് കറങ്ങണം. കുറേ നാളായി എടുത്തിട്ട് നാട് വഴിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം. അതിന് മുന്നേ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഇതുവരെയായിട്ട്. ഫുള്ള് ഇതിൻ്റെ പുറകെയായിരുന്നു. ചെറുക്കൻ ഇതാ കുളിച്ച് കുട്ടപ്പനായി കിടക്കുന്നു. അപ്പോൾ ഇവനെ ഇനി ഇവിടെ ഒതുക്കിയിട്ടിട്ട് നമുക്ക് വല്ലതും കഴിച്ച് ഒന്നും കുളിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷായിട്ട് ഇവനെ എടുത്തൊന്ന് കറങ്ങാം. ഓക്കെ ഗോയ്സ്, ഞാൻ പറഞ്ഞില്ല ഞാൻ കാറുമായിട്ട് പുറത്തിറങ്ങുമെന്ന്. ദേ നോക്കൂ, അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെയായിരുന്നു. സോ എ ബ്യൂട്ടിഫുൾ സൺഡേ വിത്ത് എൻഡിങ് വിത്ത് ദിസ് വൈബ്സ് ഗൈസ്. സോ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതൊരനഘ സംഗീത സല്ലാപം അലയൊറിയുമാഷാദതി.